ഹലോ ഓൾ, വെൽക്കം ടു സൈറ. എൻ്റെ പേര് സുജിത്ത് എന്നാണ്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ വെബ് ഡെവലപ്മെൻ്റ് ആണ് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കോൺസെപ്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. എന്താണ് ഇൻ്റർനെറ്റ്? നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടി നിങ്ങൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. വെബ് ബ്രൗസ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഇമെയിൽസിന് വേണ്ടി ഇമെയിൽ സെൻഡ് ചെയ്യാനായിട്ട്, അതുപോലെ ഓൺലൈൻ ഷോപ്പിങ്ങിനായിട്ട്, ഇതിനെല്ലാം നിങ്ങൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്? നമുക്ക് നോക്കാം. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് രണ്ട് ഡിവൈസ് തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ഇൻ്റർനെറ്റ് എന്ന് പറയാൻ പറ്റും. അതായത് ഇപ്പം അത് ചിലപ്പം സെയിം റൂമിലാകാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൺട്രീസിലാകാം. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് കൺട്രീസിലാണെങ്കിലും സെയിം റൂമിലാണെങ്കിലും രണ്ട് ഡിവൈസ് തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇൻ്റർനെറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ലണ്ടനിലൊരു ഡിവൈസ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയിലൊരു ഡിവൈസ് ഉണ്ട്. അപ്പോൾ ലണ്ടനിലെ ഡിവൈസിന് ഇന്ത്യയിലെ ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനെ നമുക്ക് ഇൻ്റർനെറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ലണ്ടനിലുള്ള ആ ഒരു ഡിവൈസിന് വേണമെങ്കിൽ ഇന്ത്യയിലുള്ള ഡിവൈസുമായിട്ട് മെസ്സേജ് പാസ് ചെയ്യാം. അതുപോലെ തന്നെ ആ രണ്ടാളുകൾക്ക് ഇപ്പം ആ ഡിവൈസസ് യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് വീഡിയോ കോൾ ചെയ്യാം. ഇന്ന് വീഡിയോ കോൾസൊക്കെ അവൈലബിൾ ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് രണ്ട് ഡിവൈസ് തമ്മിൽ ഒന്നിലധികമോ ഡിവൈസ്, രണ്ട് ഡിവൈസ് എന്നല്ല പറയുന്നത്, ഒന്നിലധികമോ ഡിവൈസ് ഇൻ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇൻ്റർനെറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ബാക്ക് ഇൻ ഒരു 90s ആളുകളോടൊക്കെ പറയുന്ന സമയത്ത് അവർക്കത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നാറുണ്ട്. അതായത് ഇൻ്റർനെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ആ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, രണ്ട് കോണ്ടിനെൻറ്റിലുള്ള ആളുകൾ തമ്മിൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കി തരുന്ന ഒരു ടെക്നോളജി എന്ന് പറയുന്നത് വളരെ വളരെ അത്ഭുതമായിട്ട് തോന്നുന്നൊരു സംഭവമായിരുന്നു. എന്നാൽ ഇന്ന് ആളുകൾ ഇപ്പം 20s കിഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ആളുകളാണെങ്കിൽ, ഇന്ന് അവർ വരുന്ന സമയത്ത് അവർക്ക് ബോൺ ചെയ്ത് വീഴുന്നത് തന്നെ, മീൻസ് ജനിച്ച് വീഴുന്നത് തന്നെ ഇൻ്റർനെറ്റിൻ്റെ വേൾഡിലേക്കാണ്. അപ്പോൾ അവർക്ക് വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നാറില്ല. പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻസ് ബിൽഡ് ചെയ്തതിൽ വെച്ച് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മെക്കാനിസമാണ് ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ചിന്തിച്ച് നോക്കാം. അതിൻ്റെ കോൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുമ്പോൾ അതിനെപ്പറ്റി മനസ്സിലാകും. അപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ രണ്ട് കോണ്ടിനെൻറ്റ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഷൻ അടിയിൽ കൂടെ വരെ നമ്മൾ വയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം അതായത് ഇപ്പം ഇന്ത്യൻ ഏഷ്യൻ ഭൂഖണ്ഡവും അതുപോലെ തന്നെ കോണ്ടിനെൻറ്റ്, ഏഷ്യൻ കോണ്ടിനെൻറ്റും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കോണ്ടിനെൻറ്റ് തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഇൻ്റർനെറ്റ് പോസിബിൾ ആക്കണമെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻസ് ചെയ്യുന്നത് ഓഷൻ അടിയിൽ കൂടെ ആണ്. അപ്പോൾ ഓഷൻ അടിയിൽ കൂടെ വയേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത് എന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നും എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ആസ് ആൻ ഇന്ത്യൻ നമുക്ക് അഭിമാനിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലോബലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ഒരു 30% നമ്മുടെ സ്വന്തം ടാറ്റ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ഓക്കെ, ഞാൻ ഒരുപാട് കഥയിലേക്കൊന്നും പോകുന്നില്ല. കഥയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കഥ പറഞ്ഞങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളുടെ കോൺസെപ്റ്റിലേക്ക് വരാം. അപ്പോൾ ഇൻ്റർനെറ്റ് എന്താണെന്ന് പറഞ്ഞു, ഇൻ്റർനെറ്റിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്യുകയാണ് ടുഡേയ്സ് വെതർ എന്നല്ലേ. അപ്പോൾ ടുഡേയ്സ് വെതർ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു തിരിച്ച് റെസ്പോൺസ് കിട്ടും. അതായത് ഇന്നത്തെ വെതറും കാര്യങ്ങളൊക്കെ കാണിച്ച് നിങ്ങൾക്ക് തിരിച്ചൊരു വെബ് പേജ് കാണിച്ചു തരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എന്തായിരിക്കും അതിനർത്ഥം? അപ്പോൾ അങ്ങനെ വെബ് പേജ് നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ അവിടെ നിങ്ങളെ സെർവ് ചെയ്യാനായിട്ട് ഒരു സിസ്റ്റം ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ട്. ഒന്നിലധികമോ സിസ്റ്റംസ് ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ട്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്താണ് ഒരു ക്ലയൻറ്റ്, എന്താണ് ഒരു സെർവർ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു ക്ലയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഡിവൈസസിനെ എല്ലാം നമുക്ക് ക്ലയൻറ്റ് എന്ന് പറയാൻ പറ്റും. അതായത് നിങ്ങൾ സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ലാപ്ടോപ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ IoT ഡിവൈസസ് ഉണ്ട്, ഇന്ന് ഡിഫറെൻറ്റ് ക്യാമറാസ് ഉണ്ട്. ഇതിനെല്ലാം നമുക്ക് ക്ലയൻറ്റ് എന്ന് പറയാം. ക്ലയൻറ്റ് എന്ന് പറയണമെങ്കിൽ ഈ ഡിവൈസസ് എല്ലാം തന്നെയും ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അപ്പം നമുക്ക് ഡിഫറെൻറ്റ് ഡിവൈസസ് ഉണ്ട്. ഈ ഡിവൈസ് എല്ലാം ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ അങ്ങേ അറ്റത്ത് വേറൊരു ഡിവൈസ് ഉണ്ട്. ആ ഒരു ഡിവൈസിനെയാണ് സെർവർ എന്ന് പറയുന്നത്. സെർവർ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സിസ്റ്റം എപ്പോഴും ഇരിപ്പുണ്ട്. 24/7 നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സിസ്റ്റം ഇരിപ്പുണ്ട് എങ്കിൽ, നിങ്ങൾ ചോദിക്കുന്ന സർവീസസിനെല്ലാം നിങ്ങൾക്ക് തിരിച്ച് റെസ്പോൺസ് തരുന്നുണ്ട് എങ്കിൽ അതിനെ നമുക്ക് സെർവർ എന്ന് പറയാം. നിങ്ങൾ ടുഡേയ്സ് വെതർ എന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ ഇൻഫർമേഷൻ തിരിച്ച് കിട്ടുന്നുണ്ട് എങ്കിൽ ആ
ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്ന ആ ഒരു ഡിവൈസിനെ നമുക്ക് സെർവർ എന്ന് പറയാൻ പറ്റും. സെർവർ എന്ന വേൾഡിൻ്റെ പല ഭാഗങ്ങളിലും വെയർ ഹൗസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഗൂഗിളിൻ്റെ ഡാറ്റാ സെൻറ്റേഴ്സും ഒക്കെ. ജസ്റ്റ് ചുമ്മാ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ ഡാറ്റാ സെൻറ്റേഴ്സ് അതിൻ്റെ വെയർ ഹൗസസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ റാക്കായിട്ട് ഒരുപാട് സിസ്റ്റംസ് ഒക്കെ സേവ് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനെയൊക്കെ നമുക്ക് സെർവർ എന്ന് പറയാൻ പറ്റും. സെർവറിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റെസ്പോൺസ് കൊടുക്കുക, അതുപോലെ 24/7 അതിൻ്റെ റെസ്പോൺസ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ജോലിയാണ് സെർവറിനുള്ളത്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, ഒരു ദിവസം രാത്രിയിൽ നിങ്ങൾ ഫോൺ എടുത്തിട്ട് ടുഡേസ് വെതർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു മെസ്സേജ് വരികയാണ്, ഇന്ന് രാത്രിയായി, ഇന്ന് എൻ്റെ ജോലി കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഈ ഒരു സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരാറുണ്ടോ? ഒരിക്കലും അങ്ങനെ വരത്തില്ല. കാരണം എന്താ? ഈ ഒരു ഡിവൈസസ് എല്ലാം തന്നെ സെർവർ എന്ന് പറയുന്നത് 24/7 ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ അത് നിങ്ങളെ സെർവ് ചെയ്യാനായിട്ട് ഇരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെർവർ എന്ന് പറഞ്ഞു. അവിടെ സെർവർ എന്ന് പറയുമ്പം നിങ്ങളെ സെർവ് ചെയ്യാനായിട്ട് ഇരിക്കുന്നതാണ്. അവിടെ ഡിഫറൻറ്റ് സെർവേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സെർവേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. മീഡിയ സെർവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ വെബ് സെർവേഴ്സ് ഉണ്ട്. നമ്മൾ ആസ് എ വെബ് ഡെവലപ്പർ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെബ് സെർവർ എന്താണ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. അപ്പോൾ എന്താണ് ഒരു വെബ് സെർവർ എന്ന് പറയുന്നത്? 24/7 വെബ്സൈറ്റ് നിങ്ങൾക്ക് മീൻസ് നിങ്ങൾ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെബ് പേജസിനെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സെർവേഴ്സിനെയാണ്, ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന സെർവേഴ്സിനെയാണ് നമ്മൾ വെബ് സെർവേഴ്സ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു വെബ് സെർവേഴ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവൻ എന്തായിരിക്കും? വെബ് പേജസ് ആയിരിക്കും. ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. നിങ്ങൾ Airbnb എന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്നൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് വെബ് പേജസ് കിട്ടാറുണ്ടല്ലോ. നിങ്ങളുടെ ക്ലയൻറ്റ് ഡിവൈസിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വെബ് പേജസ് നിങ്ങൾക്ക് കിട്ടാറുണ്ട്. ഈ വെബ് പേജസ് എല്ലാം വെച്ചിരിക്കുന്ന ഒരു സെർവർ ഉണ്ട്. ഡെഡിക്കേറ്റഡ് ആയിട്ട് വെബ് പേജസിന് മാത്രമായിട്ട് സെറ്റ് ഉള്ള സെർവേഴ്സ് ഉണ്ട്. ഈ സെർവേഴ്സിനെയാണ് നമ്മൾ വെബ് സെർവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വെബ് സെർവേഴ്സ്, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് google.com എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇതെങ്ങനെയാണ് കിട്ടുന്നത്? ആക്ച്വലി നമുക്ക് അതിനെപ്പറ്റി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാലോ, ഒന്ന് കുറച്ചുകൂടി ഉള്ളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നിങ്ങൾ google.com എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റിക്വസ്റ്റ് നിങ്ങളുടെ ഇൻ്റർനെറ്റ് വഴി നേരെ എങ്ങോട്ടാണ് ചെല്ലുന്നത്? നിങ്ങളുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിലേക്കാണ് ചെല്ലുന്നത്. എന്താണ് ISP? എന്താണ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ? ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള മീൻസ് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് VI ഉണ്ട്, ജിയോ ഉണ്ട്, എയർടെൽ ഉണ്ട്, BSNL ഉണ്ട്, അല്ലേ? അങ്ങനെ ഡിഫറൻറ്റ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൻ്റെ സർവീസിനെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് നമ്മൾ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സെർച്ച് റിക്വസ്റ്റ് ആദ്യം പോകുന്നത് നിങ്ങളുടെ ISPയിലേക്കായിരിക്കും, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിലേക്കായിരിക്കും. നിങ്ങൾ VI ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ VI യൂസ് ചെയ്താണ് ബ്രൗസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ VIയിലേക്കായിരിക്കും ആ ഒരു ഇൻഫർമേഷൻ പോകുന്നത്. ആ ഇൻഫർമേഷൻ VIയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇത് നേരെ പാസ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? ഡയറക്റ്റ് സെർവറിലേക്കല്ല പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവമുണ്ട്, DNS എന്ന് പറയുന്നത്, ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എന്താണ് ഡൊമൈൻ നെയിം സിസ്റ്റം? ഡൊമൈൻ നെയിം സിസ്റ്റത്തിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫോൺ ബുക്കായിട്ട് കാണാൻ പറ്റും. ഒരു സിമ്പിൾ ഫോൺ ബുക്കായിട്ട് നിങ്ങൾക്ക് ഡൊമൈൻ സിസ്റ്റത്തിനെ കാണാൻ പറ്റും. എന്താണ് ഫോൺ ബുക്ക്? ചിലപ്പോൾ നിങ്ങൾക്കത് ഫോൺ ബുക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അറിയാൻ വഴിയില്ല. കാരണം ഇന്ന് നമ്മൾ സ്മാർട്ട് ഫോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് കോൺടാക്ട്സ് ഉണ്ട്, അല്ലേ? നമുക്ക് ഏത് ആൾക്കാരുടെ പേര് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആളുടെ കോൺടാക്ട് നമുക്ക് കിട്ടും. എന്നാൽ ഈ ഫോണൊക്കെ വരുന്നതിന് മുമ്പ് ഫോൺ ബുക്സ് ഉണ്ടായിരുന്നു. അതായത് ആൾക്കാരുടെ പേര്, അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുന്ന ബുക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കിയാണ് നമ്മൾ ഇൻഫർമേഷൻസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. അതേപോലെ ഇൻ്റർനെറ്റിൻ്റെ ഫോൺ ബുക്കാണ് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇപ്പോൾ വേൾഡിൻ്റെ പല ഭാഗങ്ങളിൽ നമുക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനും പല ഭാഗത്തുള്ള സിസ്റ്റംസുമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർകണക്ട് ചെയ്ത് യൂസ് ചെയ്യാനും ഒക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വേൾഡിൻ്റെ അങ്ങേ എൻഡിൽ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തെ നമ്മൾ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യും? അതിനെ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ, അപ്പോൾ അതായത് നിങ്ങളൊരു സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്, അതെങ്കിൽ ഒരു വെബ് പേജ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ആ വെബ് പേജിനെ നമ്മൾ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യും? നമുക്കൊരിക്കലും നെയിം വെച്ച് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? എൻ്റെ പേര് ഇപ്പോൾ സുജിത്ത് എന്നാണെങ്കിൽ എൻ്റെ പേരിൽ തന്നെ ഒരു 1000 പേരുണ്ടായിരിക്കും, അല്ലേ? ചില സമയത്ത് എവിടെ പോയാലും, ചില റെസ്റ്റോറൻറ്റിലൊക്കെ ഞാൻ പോകുന്ന സമയത്ത് എവിടെ ചെന്നാലും സുജിത്ത് ആയിരിക്കും, ഇഷ്ടം പോലെ സുജിത്ത് ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ നമുക്ക് നെയിം വെച്ചിട്ട് ഒരിക്കലും നമുക്ക് യുണീക്കായിട്ട് ഒരു സാധനത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനായിട്ട് ഇൻ്റർനെറ്റിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, IP അഡ്രസ്സ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. അപ്പോൾ IP അഡ്രസ്സ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. എല്ലാ ഡിവൈസിലും IP അഡ്രസ്സ് ഉണ്ട്. ആ ഡിവൈസസിനെയും അല്ലെങ്കിൽ വെബ് പേജസിനെയും ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്
IP അഡ്രസ്സ് ആയിരിക്കും. IP അഡ്രസ്സിൻ്റെ ഒരു എക്സാമ്പിൾ ഇത് ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. 192.134.32.34 അങ്ങനെ എന്തെങ്കിലും ഈ ഒരു ഫോർമാറ്റിലായിരിക്കും വരുന്നത്. പക്ഷേ ഇത് യുണീക്ക് ആയിരിക്കും, എല്ലാ ഡിവൈസിനും യുണീക്കായിട്ടുള്ള IP അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക. IP അഡ്രസ്സ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. IPv4, IPv6 എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയേ നമ്മുടെ ട്യൂട്ടോറിയൽസ് ഇനിയും വരുന്ന ക്ലാസ്സിലിടയ്ക്ക് ഞാനിങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് തന്നേക്കാം. ഓക്കെ, അപ്പോൾ 2 ഡിവൈസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് യൂണീക്ക് ആയിട്ടുള്ള IP അഡ്രസ്സസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു IP അഡ്രസ്സ് എല്ലാം എഴുതി വെച്ചിരിക്കുന്ന ഫോൺ ബുക്കാണ് DNS എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു വെബ്സൈറ്റ് വേണമെന്ന് നമ്മുടെ ബ്രൗസറിനകത്ത് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുകയാണെങ്കിൽ ഇത് നേരെ ISPയിലേക്ക് പോകുന്നു. ISPന്ന് ഡൊമൈൻ നെയിം സിസ്റ്റത്തിലേക്ക് ചെന്നിട്ട് കറസ്പോണ്ടിങ് IP അഡ്രസ്സിനെ ഫെച്ച് ചെയ്യും. IP അഡ്രസ്സിനെ ഫെച്ച് ചെയ്തതിന് ശേഷമാണ് തിരിച്ച് ആ ഒരു ഇൻഫോർമേഷൻ, അതായത് IP അഡ്രസ്സിനെ ഫെച്ച് ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് പേജിനെ എടുത്തിട്ട് എന്താ ചെയ്യുന്നത്, ആ പേജിനെ നിങ്ങളുടെ ISPക്ക് തിരിച്ചു കൊടുക്കും. ISP വഴിയായിരിക്കും നിങ്ങളുടെ ബ്രൗസറിലേക്ക് തിരിച്ച് ആ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് ആ ഒരു IP അഡ്രസ്സ്, ആ കറസ്പോണ്ടിങ് IP അഡ്രസ്സ് നിങ്ങൾക്ക് സിസ്റ്റത്തിന് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ആ വെബ് പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളുടെ ബ്രൗസറിൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി ഒരു ഇൻ്റർനെറ്റിൻ്റെ സംഭവം വർക്ക് ചെയ്യുന്നത്. ഈ DNSനകത്തൊക്കെ ഉള്ളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഡൊമൈൻ സിസ്റ്റം ഒക്കെ പറയാനാണെങ്കിൽ. അപ്പോൾ അത് നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം. ഓക്കെ, ക്ലയൻറ്റ് സെർവർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റെസ്പോൺസ് തിരിച്ച് സെർവറിൽ നിന്ന് കിട്ടും. ആ റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു ഫയലായിരിക്കും അല്ലേ. അതായത് നിങ്ങളൊരു വെബ് പേജ് ഗൂഗിളിനകത്ത് കയറിയതിന് ശേഷം നിങ്ങളൊരു ഫേസ്ബുക്കിൽ നിന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഒരു ലോഗിൻ പേജ് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പേജ് നിങ്ങൾക്ക് കിട്ടും. ആ കിട്ടുന്ന പേജ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഫയൽസ് ആയിരിക്കും. ആക്ച്വലി നമ്മളതിൻ്റെ ഇൻഡെപ്തിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ അതൊരു സെറ്റ് ഓഫ് ഫയൽസ് ആയിരിക്കും. നമ്മളുടെ മെയിൻ ആസ് എ വെബ് ഡെവലപ്പറിൻ്റെ ഇത് ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ഫയൽസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മെയിനായിട്ടും 3 ടൈപ്സ് ഓഫ് ഫയൽസ് ഉണ്ട്. അതായത് ഒരു സെർവർ തിരിച്ച് റെസ്പോൺസ് കൊടുക്കുകയാണെങ്കിൽ ആ റെസ്പോൺസിനുള്ളിൽ 3 ടൈപ്സ് ഓഫ് ഫയൽസ് ഉണ്ടായിരിക്കും. HTML, JavaScript, CSS. ഒരു വെബ് പേജ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രൗസറിൽ കാണണമെങ്കിൽ ഈ 3 ഫയൽസിൻ്റെ ഹെൽപ്പ് ഉണ്ടായേ പറ്റുള്ളൂ. ഈ 3 ഫയൽസ് കൂടി ചേർന്നിട്ടാണ് ഒരു വെബ് പേജ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. HTML എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. CSS എന്ന് പറയുന്ന കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്, JavaScript. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വരാം. ഇതിൻ്റെ എന്തായാലും ഇൻഡെപ്ത് ക്ലാസ്സസ് നമ്മളുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓരോ ടെക്നോളജിയിലെയും ബേസിക് ലെവൽ തൊട്ട് മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ വരെ ഇതിൻ്റെ ഫ്രെയിംവർക്കും ഡിഫറെൻറ്റ് ഫ്രെയിംവർക്ക്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് വരാം. അതെല്ലാം നിങ്ങളെ ഈ ഒരു നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ 3 ഫയൽസ് വന്നത്? ഇപ്പോൾ ഇത് ടെക്നോളജി ഇത്രയും വളർന്ന കാലത്ത് നമുക്ക് എന്തുകൊണ്ട് ഒരൊറ്റ ഫയലായിട്ട് ഇത് ചെയ്തുകൂടാ? എന്തിനാണ് 3 ഫയൽസ് ഇവിടെ? 3 ഫയൽസിൻ്റെ ആവശ്യം എന്തോ അവിടെ നമുക്ക് നോക്കാം. അപ്പം അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഈ ഫയൽസൊക്കെ എന്താണെന്ന് നിങ്ങൾ അറിയണ്ടായോ? അപ്പം ഇതിന് ഞാൻ ബെസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് നമുക്കൊരു വീട് പണിയുന്ന ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മീൻസ് നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ അതായത് HTML എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് HTML ആയിരിക്കും. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആയിരിക്കും. എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ്, എന്താണ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നൊക്കെ നമുക്ക് അതിൻ്റെ HTMLൻ്റെ എന്തായാലും വീഡിയോസ് നെക്സ്റ്റ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതിൽ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പം എന്താണ് HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു വെബ്സൈറ്റിൽ എന്ത് കാണുന്നോ അതെല്ലാം HTML ആണ്. അതായത് ഒരു ഹെഡിങ് ആയിക്കോട്ടെ, ഒരു പാരഗ്രാഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇമേജ്, ബട്ടൺ, അങ്ങനെയുള്ള എന്ത് സാധനങ്ങളും ഇതൊന്നും ഇല്ലാതെ ഒരിക്കലും ഒരു വെബ്സൈറ്റ് ഉണ്ടാവില്ലല്ലോ. എന്തായാലും ഒരു മിനിമം ഒരു ഹെഡിങ് അല്ലെങ്കിൽ ഒരു ഇമേജ് എങ്കിലും ഒരു വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും, ഒരു മിനിമലായിട്ട് അല്ലേ. അപ്പോൾ ഈ കാണുന്ന സാധനങ്ങളല്ല, നിങ്ങളൊരു വെബ്സൈറ്റിൽ എന്ത് കാണുന്നോ അതിനെ നമുക്ക് HTML പറയാം. അത് HTML എന്ന് പറയുന്ന ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ്, അല്ലെ ടാഗ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബിൽഡിംഗ് ബ്ലോക്സ്, അതായത് ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ കാണുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പം ഒരു വീട് പണിയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യുന്നത്, ഒരു ഫൗണ്ടേഷൻ കിട്ടുന്നു. ഫൗണ്ടേഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ ബ്രിക്സ് യൂസ് ചെയ്ത് വാൾ ബിൽഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ ബ്രിക്സ് യൂസ് ചെയ്ത് വാൾ ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ്, ആ ബ്രിക്സ് എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മുടെ HTML എന്ന് പറയുന്നത്. ഒരു വെബ്സൈറ്റ്, ഒരു വീട് പണിയുന്നതായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു വീട് പണിയാനായിട്ട് നമുക്ക് ബ്രിക്സ് വേണം. അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റ് പണിയണമെങ്കിൽ അതിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് HTML ആയിരിക്കും. അപ്പോൾ നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ വാളൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചു, തേച്ചെല്ലാം സെറ്റ് ചെയ്തിട്ടു. ഇനി നെക്സ്റ്റ് എന്താ, ആ വീടിന് ഭംഗി കൂട്ടാനായിട്ട് നമ്മൾ
എന്ത് ചെയ്യും, പെയിൻറ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഒരു പെയിൻറ്റിങ് പ്രോസസ്സിനെ നമുക്ക് ഈ ഒരു വെബ് ഡെവലപ്മെൻറ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് CSS എന്ന് പറയുന്ന കോൺസെപ്റ്റ്, കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്. അതായത് ഒരു വെബ് പേജ് നിങ്ങൾ ജസ്റ്റ് ഹെഡിങ്ങും പാരഗ്രാഫും ഒക്കെ ജസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്ത് വെച്ചു. ആ ഹെഡിങ്ങിനും പാരഗ്രാഫിനും ഒക്കെ സ്റ്റൈൽസ് കൊടുക്കണം. അതായത് ഹെഡിങ്ങിൻ്റെ കളർ മാറ്റണം, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മാറ്റണം, അതുപോലെ തന്നെ ആനിമേഷൻസ് ആഡ് ചെയ്യണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് സ്റ്റൈലിംഗ് പാർട്ട് കംപ്ലീറ്റ്ലി ചെയ്യുന്നത് CSS എന്ന് പറയുന്ന ടെക്നോളജി യൂസ് ചെയ്താണ്. അതിന് CSS ഫയൽസ് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്തു, വീട് പണിത് അതിന് പെയിൻ്റ് ഒക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടു. അതായത് വെബ് ഡെവലപ്മെൻറ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ, വെബ്സൈറ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടുള്ള കോണ്ടന്റ് എല്ലാം നമ്മൾ വെബിലിട്ടു. അതായത് HTML യൂസ് ചെയ്ത് നിങ്ങളുടെ ഹെഡിങ്, പാരഗ്രാഫ്, ബട്ടൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു. CSS യൂസ് ചെയ്ത് അതിന് സ്റ്റൈലും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തു. സ്റ്റൈലും കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഒരു വീട് പണിയാണെങ്കിൽ നിങ്ങൾ എന്താ, വീടിൻ്റെ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ചെയ്യുന്ന പരിപാടി എന്താ, നിങ്ങൾ വീടിനകത്ത് ബൾബും ഫാനും ഇലക്ട്രിക്കൽ അപ്ലയൻസസും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്യും അല്ലേ. അതായത് ഫർണിച്ചേഴ്സൊക്കെ ആഡ് ചെയ്യും. അതായത് ഫങ്ഷണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ വീട്ടിൽ ആഡ് ചെയ്യും. അതുപോലെ തന്നെയാണ് സിമിലറായിട്ട് നമ്മൾ വെബ്സൈറ്റിലും ചെയ്യുന്നത്. വെബ്സൈറ്റിൽ ഫങ്ഷണാലിറ്റീസ് നമ്മൾ ആഡ് ചെയ്യും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ എക്സാമ്പിൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഇൻഫർമേഷൻസ്, അതായത് ഇമെയിൽ ഐഡിയും പാസ്വേഡും ഒക്കെ ടൈപ്പ് ചെയ്ത് നിങ്ങൾ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ ആക്ച്വലി നടക്കുന്നത്, നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ള പ്രോസസ്സ്, അതായത് ഫങ്ഷണാലിറ്റി, ഒരു വെബ്സൈറ്റിൽ ഫങ്ഷണാലിറ്റി ആഡ് ചെയ്യണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് വേണം. യൂസറായിട്ടുള്ള ഇൻട്രാക്ഷൻസും കാര്യങ്ങളും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. മീൻസ് ഇപ്പോൾ HTML, CSS, ജാവാസ്ക്രിപ്റ്റിൻ്റെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം, അതായത് ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രെയിം വർക്ക്സിലേക്കൊക്കെ കയറും. അതായത് മേൺ സ്റ്റാക്ക്, മീൻ സ്റ്റാക്ക് എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് കോൺസെപ്റ്റിലേക്കൊക്കെ നമ്മൾ വരും. ആ സമയത്ത് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു വെബ്സൈറ്റിൽ ഫങ്ഷണാലിറ്റീസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഹെൽപ്പ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഒരു ക്ലയൻറ്റിൽ നിന്ന് ഒരു സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പം ആ റിക്വസ്റ്റിന് അനുസരിച്ചുള്ള റെസ്പോൺസ് കിട്ടും. അതായത് നിങ്ങൾ google.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഗൂഗിളിൻ്റെ പേജ് ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ തിരിച്ച് കിട്ടുന്ന റെസ്പോൺസിനകത്ത് മെയിനായിട്ട് 3 ഫയൽസ് ഉണ്ടായിരിക്കും. 3 ഫയൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് ആ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ 3 ഫയൽസിനെയാണ് നമ്മൾ HTML, ജാവാസ്ക്രിപ്റ്റ്, CSS എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് HTML എന്ന് പറഞ്ഞു, ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. CSS എന്ന് പറയുന്നത് സ്റ്റൈലിംഗ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫങ്ഷണാലിറ്റിയാണ്. നിങ്ങളുടെ വീടെല്ലാം ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് തേച്ച് എല്ലാം പെയിൻ്റൊക്കെ അടിച്ചതിന് ശേഷം നിങ്ങൾ ബൾബ് ഇടുകയാണെങ്കിൽ ആ ബൾബ് ഇടുമ്പോൾ എന്താ ഫങ്ഷണാലിറ്റീസ് അവിടെ വരുമല്ലേ. അതിനെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ടെക്നോളജീസാണ് മെയിനായിട്ട് വരുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ HTML പഠിക്കും. HTML ഫ്രം ബിഗിനർ സ്ക്രാച്ച് ലെവലിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ് എല്ലാം കവർ ചെയ്യും. അപ്പം ഈ HTML എന്ന് പറയുന്നത്, HTML, CSS, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നതൊക്കെ ബേസിക് ലെവലാണ് കേട്ടോ. നമ്മളൊരു ഇന്നത്തെ ടെക്നോളജീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മേൺ സ്റ്റാക്ക്, മീൻ സ്റ്റാക്ക് എന്ന് പറയുന്ന സ്റ്റാക്ക് ടെക്നോളജീസ് ഇന്ന് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ Next.js ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബേസിക് കോൺസെപ്റ്റ്, അതായത് എന്താണ് HTML വെച്ച് ബേസിക് ആയിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ ബിൽഡ് ചെയ്യും. CSS നമ്മൾ നോക്കും. CSS അഡ്വാൻസ്ഡ് ലെവൽ ആനിമേഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ പഠിക്കും. അപ്പോൾ ഈ ഒരു മൂന്ന് സംഭവം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ, ഈ ഒരു ലെവലിലുള്ള കാര്യങ്ങൾ പഠിച്ച് നിങ്ങളൊരു ഫ്രെയിംവർക്ക് പഠിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു കമ്പനിയിൽ ജോലിക്ക് കയറാൻ പറ്റും. ഒരു വെബ് ഡെവലപ്പറായിട്ട് നമ്മൾ ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെൻ്റ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാനൽ, ഈ ഒരു വീഡിയോ സീരീസ് അതിനു വേണ്ടിയാണ്. അതായത് നിങ്ങളെ അതിലേക്ക് എത്തിക്കാനുള്ള ബേസ് കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും ഈ ഒരു ബേസ് കൊണ്ട് നിർത്തത്തില്ല. മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവലിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സൈറ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടതൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടാൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പം നിങ്ങൾക്ക് മിസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ കാണാനും പഠിക്കാനും പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് വേറെ ചിലവോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈറ ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.